ആരോ ഒരാൾ ഭാഗം 24. നീ അന്ന് അവളോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നോ? നീ ഒരിക്കലും അവളെ സ്നേഹിച്ചിട്ടില്ലെന്ന് അത് നിനക്ക് നിന്റെ ഹൃദയത്തിൽ തൊട്ട് പറയാനാകുമോ? ഒരിക്കൽ കൂടി മെർലിൻ്റെ ചോദ്യം റോഷന്റെ മനസ്സിലേക്ക് വന്നു. ആ യാത്രയിലുടനീളം റോഷന്റെ ശ്രദ്ധ മെർലിനിൽ തന്നെയായിരുന്നു. അവളുടെ കണ്ണുകൾ ഒരിക്കൽ പോലും തന്നെ തേടി വരുന്നില്ല എന്ന കാര്യം അവൻ വേദനയോടെ ശ്രദ്ധിച്ചു. അവളുടെ അവഗണന അവനെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു. മെർലിൻ ഒരിക്കലും തൻ്റെ പ്രണയത്തിൻ്റെ ഭാഗമാണെന്ന് തനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവളെ ഒരിക്കലും ആ സ്ഥാനത്ത് കാണാനാകില്ല എന്ന് താൻ പറഞ്ഞത്. പക്ഷേ എനിക്കിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവളുടെ മൗനം എന്നെ വല്ലാതെ തകർക്കുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? എന്നെ ഞാൻ തന്നെ ചതിച്ചു കളഞ്ഞോ? അവൻ്റെ മനസ്സ് ചോദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു. എൻ്റെ സച്ചുവേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ ഉത്തരം തേടി ഞാനിങ്ങനെ അലയേണ്ടതില്ലായിരുന്നു. ഈ കുഞ്ഞൻ്റെ മനസ്സിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയതും എൻ്റെ വഴികളെപ്പറ്റി ഏറ്റവും വ്യക്തത ഉണ്ടായിരുന്നതും ഏട്ടന് മാത്രമായിരുന്നു. എല്ലാത്തിനും ഉത്തരം ആ നല്ല മനസ്സിന് ഉണ്ടായിരുന്നു. എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. ചിന്തകൾ ഭ്രാന്ത് പിടിപ്പിച്ചു തുടങ്ങിയപ്പോഴേക്കും അവർ പള്ളി കോമ്പൗണ്ടിലേക്ക് കടന്നിരുന്നു. പള്ളിയിലെ ചടങ്ങുകളിൽ യാന്ത്രികമായിട്ടായിരുന്നു റോഷൻ പങ്കെടുത്തത്. സച്ചുവേട്ടൻ്റെ വേർപാടും മെർലിൻ്റെ അവസ്ഥയുമൊക്കെ അവനെ വല്ലാതെ സങ്കടപ്പെടുത്തി. ഒരിക്കലും ഇല്ലാത്തതുപോലെ വല്ലാത്ത ഒരു വീർപ്പുമുട്ടൽ. നിനക്ക് എവിടെയോ തെറ്റുപറ്റിപ്പോയി എന്ന് ആരോ പറയുന്നത് പോലെ. ചടങ്ങുകളെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എന്നല്ല പറയേണ്ടത്, കഴിച്ചു എന്ന് വേണം പറയാൻ. സ്റ്റേഷനിലേക്ക് പോകാൻ അവർക്ക് അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചടങ്ങുകൾ പൂർത്തിയാക്കാൻ തുടക്കത്തിൽ തന്നെ അവർ വൈദികരോട് ആവശ്യപ്പെട്ടിരുന്നു. എല്ലാം കഴിഞ്ഞ് മറ്റുള്ളവരെല്ലാം സെമിത്തേരിയിൽ നിന്നും പുറത്തേക്ക് നടക്കുമ്പോൾ മെർലിൻ മാത്രം തൻ്റെ പ്രിയപ്പെട്ട ഏട്ടൻ്റെ കല്ലറയ്ക്ക് മുൻപിൽ വേദനയോടെ നിന്നു. എന്തിനാ മോളെ കരയുന്നത്? ഞാൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. എവിടെ നിന്നോ സച്ചുവേട്ടൻ്റെ സ്വരം അവളുടെ കാതുകളിലേക്ക് പതിച്ചു. പെട്ടെന്ന് സച്ചുവിൻ്റെ ചിരിച്ച മുഖം അവളുടെ മുൻപിൽ തെളിഞ്ഞു വന്നു. സച്ചുവേട്ട, വെറുതെ കളിപ്പിക്കാതെ. എനിക്ക് ഇതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. അവൾ വല്ലാത്ത പിടച്ചലോടെ മന്ത്രിച്ചു. പെട്ടെന്ന് തനിക്ക് മുൻപിൽ നിന്ന ആ രൂപം മഞ്ഞുപോലെ മാഞ്ഞു പോകുന്നത് അവൾ കണ്ടു. ഒരു തേങ്ങലോടെ അവൾ ആ കല്ലറയിലേക്ക് മുഖം ചേർത്ത് കിടന്നു. ആ നിമിഷം വരെ പിടിച്ചുവെച്ച കണ്ണുനീർ തുള്ളികൾ അണപൊട്ടിയൊഴുകി. മോളെ, എന്താ ഇത്? ഇന്നലെ വരെ എല്ലാവർക്കും ആശ്വാസം നൽകിയ നീയാണോ ഇങ്ങനെ തളർന്നു പോയിരിക്കുന്നത്? നമുക്ക് സമയം കളയാനില്ല. എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്തണം. മകളുടെ അവസ്ഥയിൽ മനം നൊന്ത് ഫെർണാണ്ടസ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവർക്കും വല്ലാത്ത വെപ്രാളമായിരുന്നു സ്റ്റേഷനിലേക്ക് പോകാൻ. കാരണം സച്ചുവിൻ്റെ മരണം അതൊരു സാധാരണ മരണമല്ലെന്നും കൊലപാതകമാണെന്നും അവരെല്ലാം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. യാത്രയിലുടനീളം കാറിൽ വല്ലാത്ത നിശബ്ദതയായിരുന്നു. ആർക്കും ഒന്നും സംസാരിക്കാനില്ലാത്തതുപോലെ. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം, SI കാത്തിരിക്കുന്നുണ്ട്. അവരുടെ കാർ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിർത്തുമ്പോൾ തന്നെ അവരെ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് തോന്നിപ്പിച്ച ഒരു സിവിൽ പോലീസ് ഓഫീസർ പറഞ്ഞു. നിങ്ങളെത്തിയോ? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. സച്ചുവിൻ്റെ മരണത്തിന് ഉത്തരവാദിയായ ആളെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവനത് മനഃപൂർവ്വം ചെയ്തെന്നൊന്നുമല്ല, അറിയാതെ പറ്റിയ ഒരു കയ്യബദ്ധം, അത്രയേ ഉള്ളൂ. അവരെ കണ്ടയുടനെ SI ചാടി എഴുന്നേറ്റുകൊണ്ട് ഉത്സാഹത്തോടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. ആർക്കും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർ വർഗീസ്, ഇത് ശരവണൻ. ബോട്ടിൽ ശരവണൻ എന്ന് പറഞ്ഞാലേ ഇവനെ ആളുകൾ അറിയൂ. ഇവൻ്റെ വണ്ടിയാണ് സച്ചുവിനെ ഇടിച്ചു തെറിപ്പിച്ചത്. സംഭവം നടക്കുമ്പോൾ ഇവൻ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയാൽ താൻ ബാക്കിയുണ്ടാകില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൻ മുങ്ങിയതാ. ഇന്നിപ്പോൾ കെട്ടൊക്കെ ഒന്നിറങ്ങിയപ്പോൾ വന്ന് കീഴടങ്ങി. തൻ്റെ അടുത്ത് നിൽക്കുന്ന കറുത്തു തടിച്ച് മുഖത്തൊക്കെ വസൂരിക്കല വീണ ആ മനുഷ്യനെ കാണിച്ചു കൊടുത്തുകൊണ്ട് SI വിശദീകരിച്ചു. മെർലിൻ ആ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കി. ഒരു കുറ്റവാളിയുടെ ഭാവമായിരുന്നില്ല ആ മുഖത്ത്. പകരം കർത്തവ്യം നിറവേറ്റിയ ഒരു വാടക ഗുണ്ടയുടെ ക്രൂരമായ പുഞ്ചിരി അയാളുടെ മുഖത്ത് മിന്നിമറഞ്ഞു. എവിടെയോ ഇരുന്ന് ആരോ കളിക്കുന്നു. എന്തായാലും സച്ചുവേട്ടൻ്റെ മരണം ഇയാളുടെ കൈകൊണ്ടല്ല.
ആണെങ്കിൽ പോലും ഇയാൾ ഇതിലൊരു ഉപകരണം മാത്രമാണ്. ഇയാൾ വെറുമൊരു കണ്ണി മാത്രം. അവളുടെ മനസ്സ് മന്ത്രിച്ചു. മെർലിൻ്റെ കണ്ണുകൾ എസ് ഐയുടെ മുഖത്തേക്ക് പതിഞ്ഞു. കയ്യബദ്ധം എന്ന വാക്കിൽ ഒതുക്കാനാവുന്നതല്ല എൻ്റെ ഏട്ടൻ്റെ മരണം. ഒന്ന് ഉറക്കെ വിളിച്ചു പറയാൻ അവൾക്ക് തോന്നി. എന്നാൽ ആ മനുഷ്യൻ ശരവണൻ, അയാൾക്ക് പിന്നിലെ അദൃശ്യമായ കരങ്ങൾ ആരായിരിക്കും? ആർക്കാണ് സച്ചുവേട്ടനോട് ഇത്രയധികം പക? സർ, ഇയാളെ കണ്ടാൽ സച്ചുവേട്ടൻ്റെ ആക്സിഡൻറ്റ് അത് ഇയാൾ അറിയാതെ സംഭവിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇയാൾ തന്നെയാണോ പ്രതി? എത്ര മദ്യപിച്ചാലും അതുപോലൊരു അപകടം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒന്നുകൂടി അന്വേഷിക്കണമെന്ന് മെർലിൻ സാവധാനം പറഞ്ഞു. അവളുടെ ശബ്ദത്തിലെ ദൃഢത എസ് ഐയെ ഒന്ന് ഞെട്ടിച്ചു. അയാളുടെ മുഖത്ത് വല്ലാത്ത അതൃപ്തി നിഴലിച്ചു. ഓരോരുത്തരെ കാണുമ്പോൾ ഓരോരോ തോന്നലുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ നിയമത്തിൻ്റെ വഴിക്കാണ് പോകുന്നത്. ഇയാൾ കുറ്റം സമ്മതിച്ചു, വാഹനവും കണ്ടെടുത്തു, എല്ലാം വ്യക്തമാണ്. അയാൾ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാൽ ഫെർണാണ്ടസ് മെർലിൻ്റെ തോളിൽ കൈവച്ച് അവളെ പിന്തിരിപ്പിച്ചു. അയാൾക്ക് അറിയാമായിരുന്നു ഈ ചോദ്യം ചെയ്യൽ ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന്. പുറത്ത് കൂടുതൽ ശക്തരായ ഏതോ ഒരു ശക്തി ഈ കേസ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. റോഷൻ മെർലിനെ നോക്കി. അവൾ വല്ലാതെ തളർന്നിരിക്കുന്നു. പക്ഷേ അവളുടെ കണ്ണുകളിൽ ജ്വലിക്കുന്ന പ്രതികാരത്തിൻ്റെ തീനാളങ്ങൾ അതിന് ശക്തി കൂടുകയാണ്. അവൾക്ക് ആകെയുള്ള അത്താണിയായിരുന്നു സച്ചുവേട്ടൻ. ഇപ്പോൾ അതും നഷ്ടപ്പെട്ടിരിക്കുന്നു. താനിപ്പോൾ ലോകത്ത് തനിച്ചാണെന്ന് ഒരു തോന്നൽ അവളെ ഭരിക്കുന്നുണ്ട്. ഒക്കത്തിനും കാരണം താനാണ്. ആ ചിന്ത അവനെ വീണ്ടും വേട്ടയാടി. സച്ചുവേട്ട, എനിക്ക് എവിടെയൊക്കെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്. മെർലിനു വേണ്ടി, ഏട്ടനു വേണ്ടി എന്തു സംഭവിച്ചു എന്ന് എനിക്കറിയണം. എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും അതിന് ഞാൻ ശ്രമിക്കും. റോഷൻ ദൃഢപ്രതിജ്ഞ പോലെ മനസ്സിൽ പറഞ്ഞു. സ്റ്റേഷനിൽ നിൽക്കുന്ന ഓരോ നിമിഷവും മെർലിൻ വല്ലാതെ അസ്വസ്ഥയായിരുന്നു. ശരവണൻ എന്ന മനുഷ്യൻ്റെ ക്രൂരമായ ചിരി ആരുടെയോ വിജയത്തിൻ്റെ പ്രഖ്യാപനം പോലെ മെർലിൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൾക്കുറപ്പായിരുന്നു ഈ കഥയുടെ ക്ലൈമാക്സ് ഇവിടെയല്ല. മെർലിൻ ഒരിക്കൽ കൂടി ആ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കി. ആ കണ്ണുകളുടെ ആഴങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നിഗൂഢമായ ചിരിയുടെ ആഴങ്ങളിൽ മറ്റാരോ മറഞ്ഞിരിക്കുന്നതുപോലെ. ഒരു കുറ്റവാളിയുടെ ഭാവമല്ല ആ മുഖത്ത്, പകരം ആരെയോ തോൽപ്പിച്ചു കളഞ്ഞതിൻ്റെ വിജയഭാവം മാത്രം. ഇയാളല്ല, ഇയാൾ ഒരു കണ്ണി മാത്രം, അവളുടെ മനസ്സ് പറഞ്ഞു. മറ്റൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഇനി ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, എസ് ഐ വളരെ കൂളായി പറഞ്ഞു. സർ, ഒരുപക്ഷെ സച്ചുവേട്ടൻ്റെ വണ്ടിയിൽ ഇയാളുടെ വണ്ടി ഇടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും എവിടെയോ എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ ഏട്ടൻ്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പരാതി തരാനാണ് ഞാൻ വന്നത്. അതുവരെ നിശബ്ദനായിരുന്ന റോഷൻ ധൈര്യത്തോടെ പറഞ്ഞു. സി മിസ്റ്റർ, ഒരു മരണം നടക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയങ്ങൾ മാത്രമാണിത്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇതിനെ അംഗീകരിച്ചോളും. അയാൾ കസേരയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. പക്ഷേ സാർ, പ്രതി തന്നെ സ്റ്റേഷനിലെത്തി കുറ്റം ഏറ്റെടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വേറെ ഒന്നും സംശയിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സച്ചുവിനെ പറ്റിയും അവൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റിയും അന്വേഷിച്ചിരുന്നു. അവന് ശത്രുക്കൾ ഉണ്ടാവാനുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതകളുമില്ല. എന്തായാലും നിങ്ങൾക്ക് സംശയമുള്ള ആളുകളുടെ ലിസ്റ്റ് തരൂ, ഞങ്ങളൊന്ന് അന്വേഷിക്കാം. റോഷന്റെ വാക്കുകളെ തടഞ്ഞുകൊണ്ട് യാതൊരു താല്പര്യവുമില്ലാതെ അവരുടെ സംശയങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന സ്വരത്തിൽ എസ് ഐ പറഞ്ഞു. ഡാഡി. മെർലിൻ വർഗീസിന് നേരെ തിരിഞ്ഞു. അവളുടെ ശബ്ദം വല്ലാതെ ശാന്തമായിരുന്നു. നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി പരാതി കൊടുത്തിട്ടും ഇതിൻ്റെ പുറകെ നടന്നിട്ടും കാര്യമുള്ളതായി തോന്നുന്നില്ല. തന്നെയുമല്ല, പോലീസ് സച്ചുവേട്ടൻ്റെ മരണത്തിന് കാരണക്കാരനായ ആ മനുഷ്യനെ കണ്ടുപിടിക്കുകയും ചെയ്തു. നമുക്കും അല്പം പ്രാക്ടിക്കലായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തന്നെയുമല്ല ജാസ്മിൻ, അവളുടെ അവസ്ഥ നമ്മൾ മറന്നു പോകരുത്. ഈ ലോകത്തിൽ തനിച്ചായിപ്പോയ അവളുടെ കാര്യം നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് രോഗികളുമുണ്ട്. അതുകൊണ്ട് നമുക്ക് പോകാം.
ഗുഡ് ഡിസിഷൻ. അത് പറയുമ്പോൾ എസ് ഐയുടെ മുഖത്ത് ചെറിയൊരു ചിരി പടർന്നിരുന്നു. ആർക്കും ഒന്നും മനസ്സിലാക്കാനായില്ല. എങ്കിലും എല്ലാവരും അവിടെ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റു. കൊണ്ടുവന്ന പരാതി പോലും കൊടുക്കാതെ സംശയമുള്ള ആളുകളുടെ പേര് മാത്രം റൈറ്ററെ ബോധിപ്പിച്ച് അവർ പുറത്തേക്ക് നടന്നു. അതിൽ സായ എന്ന പേര് വരാതിരിക്കാൻ മെർലിൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സായ, അവൾ ഒരു പെൺകുട്ടിയാണ്. ഇതിനിടയിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ അവൾ നിരപരാധിയാണെങ്കിൽ അവളെ ഇതിൽപ്പെടുത്താൻ അവർ ശ്രമിക്കും. ആ ചിന്ത വന്നതുകൊണ്ട് മാത്രം മെർലിൻ ആ പേരിനെ മനഃപൂർവ്വം വിഴുങ്ങി. പക്ഷേ സായയ്ക്ക് പുറകെ പോകാൻ തന്നെ അവൾ ഉറച്ച തീരുമാനമെടുത്തിരുന്നു. അതിനുള്ള വഴികളും അവൾ മനസ്സിൽ കണ്ടെത്തിയിരുന്നു. പുറത്തേക്ക് നടക്കുമ്പോൾ റോഷന്റെ ഫോൺ ശബ്ദിച്ചു. അവൻ അല്പനേരം മാറി നിന്ന് ഫോൺ എടുത്ത് സംസാരിച്ചു. ഡാഡി, ഋഷിയാണ്. നിങ്ങളൊക്കെ എപ്പോൾ ഹോസ്പിറ്റലിൽ തിരികെ ചെല്ലുമെന്ന് ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. സാധിക്കുമെങ്കിൽ ഒരു മറുപടി കൊടുക്കാൻ അവൻ ആവശ്യപ്പെടുന്നു. എന്താ പറയേണ്ടത്? ഫോൺ ഹോൾഡ് ചെയ്തുകൊണ്ട് റോഷൻ ചോദിച്ചു. നാളെ തന്നെ ഞങ്ങൾ എല്ലാവരും ലീവ് കഴിഞ്ഞ് തിരിച്ച് ജോയിൻ ചെയ്യുകയാണ്. എന്തായാലും ഇതോടുകൂടി നമ്മുടെ ജോലി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ കേസും കൂട്ടവും ഒന്നുമില്ല. നമ്മളെല്ലാവരും ഉത്തരവാദിത്വമുള്ള ഡോക്ടേഴ്സ് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മളെ കാണാതെ പേഷ്യൻസ് ബുദ്ധിമുട്ടണ്ട. ശരിയല്ലേ ഡാഡി? മെർലിൻ വർഗീസിനെ നോക്കി ചോദിച്ചു. വല്ലാത്തൊരു ഞെട്ടലോടെ വർഗീസും ഫെർണാണ്ടസും പരസ്പരം നോക്കി. സച്ചുവിനെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച മെർലിനാണ് ഇത് പറയുന്നത്. അതോർത്തപ്പോൾ അവരുടെ നെറ്റി ചുളിഞ്ഞു. കാരണമില്ലാതെ അവൾ ഒന്നും പറയാറില്ല. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ചോദിക്കാതെ അവർ പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറി. ഞാൻ പറഞ്ഞത് വെറുതെയല്ല. നമുക്ക് ചുറ്റും ആരൊക്കെയോ ഉണ്ട്. ആ എസ് ഐ പോലും അവരിൽ ഒരാളാണ്. എത്രയും പെട്ടെന്ന് ഒരു പ്രതിയെ കണ്ടുപിടിച്ച് നമ്മുടെ മുൻപിൽ നിർത്തി ആ കേസ് അവസാനിപ്പിക്കുക, അത് മാത്രമാണ് അവരുടെ അജണ്ട. നിങ്ങൾക്കാർക്കും അത് മനസ്സിലായില്ലേ? കാറിൻ്റെ ചില്ലിനപ്പുറത്തേക്ക് നോക്കിക്കൊണ്ട് മെർലിൻ ചോദിച്ചു. മോളെ, ഇത് നിന്റെ വെറും തോന്നൽ മാത്രമാണെങ്കിലോ? ഫെർണാണ്ടസ് സംശയം പ്രകടിപ്പിച്ചു. അല്ല ഡാഡി, ഒന്നും എൻ്റെ തോന്നൽ മാത്രമല്ല. നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നറിഞ്ഞപ്പോൾ എസ് ഐയുടെ മുഖഭാവം ശ്രദ്ധിച്ചിരുന്നോ? അയാളുടെ മുഖത്ത് തെളിഞ്ഞു കണ്ട സന്തോഷം അതെൻ്റെ തോന്നലായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അയാളുടെ എല്ലാ ചലനങ്ങളും ഞാൻ ശ്രദ്ധിച്ചത്. ആ എസ് ഐ നമ്മൾ പറയുന്നതും ശ്രദ്ധിച്ചുകൊണ്ട് ആ വാതിലിന് പിന്നിലുണ്ടായിരുന്നു. നമ്മൾ കേസ് കൊടുത്തിട്ടോ നമ്മുടെ സംശയമുള്ളവരുടെ ലിസ്റ്റ് കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. അയാളും ആർക്കോ വേണ്ടി കളിക്കുകയാണ്. ഇനി നമ്മൾ എന്തു പറഞ്ഞാലും അയാൾ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ. അപ്പോൾ ഇതാണ് ബുദ്ധി. എല്ലാം നമ്മൾ വിശ്വസിച്ചു എന്ന് അയാളെ ബോധ്യപ്പെടുത്തുക. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ യാത്ര സുഗമമാകുകയുള്ളൂ. അവളത് പറയുമ്പോൾ അവർ ഞെട്ടലോടെ സ്റ്റേഷനിലേക്ക് പാളി നോക്കി. ക്രൂരമായ ഒരു സംതൃപ്തിയോടെ തിരിഞ്ഞു നടക്കുന്ന എസ് ഐയെ അപ്പോൾ അവർ കണ്ടു. അവരുടെ കണ്ണുകൾ സ്റ്റേഷനിൽ എസ് ഐയുടെ നേരെ നീളുമ്പോൾ അവർക്കെതിർവശത്ത് ഒരു വാൻ വന്നു നിന്നു. ആ വാനിൽ നിന്നും ഒരാൾ അവരെ സൂക്ഷിച്ചു നോക്കി. അയാളുടെ വരണ്ട ചുണ്ടുകളിൽ ക്രൂരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അയാളുടെ വന്യമായ കണ്ണുകൾ ആരുടെയൊക്കെയോ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്നത് പോലെ. അത് അയാളായിരുന്നു. ആരുമറിയാത്ത, എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി പ്രതികാരം ചെയ്യാനിറങ്ങിയ ആരോ ഒരാൾ തുടരും. നമ്മുടെ കഥ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും മടി കാണിക്കരുതേ. അടുത്ത ഭാഗവുമായി വീണ്ടും വരും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.